the most powerful three currencies: knowledge, time and money. നമുക്ക് ഏതെങ്കിലും ഒരു കറൻസി ഇതിൽ വേണമെങ്കിൽ മറ്റു രണ്ടെണ്ണം കൊടുത്താൽ ഈ ഒരു കറൻസി കിട്ടും. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മണിയാണ് വേണ്ടതെന്ന് കരുതുക. നമുക്ക് ആ മണിയാണ് വേണ്ടതെങ്കിൽ നമ്മൾ നോളജും ടൈമും വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയും പഠിക്കുകയും പഠിക്കാൻ സമയം കണ്ടെത്തുകയും പഠിച്ചു കഴിഞ്ഞ് ആ പഠിച്ച നോളജ് നമ്മൾ സർവീസായിട്ടോ പ്രോഡക്റ്റ് ആയിട്ടോ നമ്മൾ നമ്മുടെ സൊസൈറ്റിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ എഗെയിൻ നമുക്കത് മണിയായിട്ട് നമുക്ക് കൺവേർട്ട് ആയിട്ട് വരും. അവിടെയാണ് റൈറ്റ് നോളജ് വേണ്ടതിന്റെ ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെ നമുക്ക് നോളജ് ഇല്ല, നമുക്കൊരു കാര്യം അറിയില്ല എങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലെ കറൻസി ആയിട്ടുള്ള മറ്റ് രണ്ട് കാര്യങ്ങൾ, അതായത് സമയവും പൈസയും, അത് വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ സമയത്തിനുള്ളിലോ നമുക്ക് ആവശ്യമായ സമയത്തിനുള്ളിലോ നമുക്ക് വേണ്ട നോളജുകൾ നമ്മളിലേക്ക് എത്തും. അത് വളരെ ക്വാളിറ്റിയുള്ള രീതിയിൽ നിന്ന് വളരെ ക്വാളിറ്റിയുള്ള ആൾക്കാരിൽ നിന്ന് നമ്മളിലേക്ക് എത്തും. അതുകൊണ്ട് ഈ 3 കറൻസീസും നമ്മുടെ കയ്യിലുണ്ടാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ആ ഉപയോഗിക്കുന്നതിലൂടെ എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്നും മനസ്സിലാക്കുക.